ഹലോ, എല്ലാവർക്കും മാതാവിൻ്റെ അനുഗ്രഹം കൂടി ഉണ്ടാകട്ടെ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മാതാവ് തന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം പറയാനാണ് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ BSc നഴ്സിംഗ് ആണ് പഠിക്കുന്നത്. BSc നഴ്സിംഗിൻ്റെ 5ാമത്തെ സെമസ്റ്ററാണ്. ഇപ്പോൾ എക്സാം കഴിഞ്ഞ് റിസൾട്ടിനായിട്ട് കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ റിസൾട്ട് ഇന്നോ നാളെയോ എന്ന് പറഞ്ഞ് നിൽക്കുകയായിരുന്നു. അങ്ങനെ ഒടുവിൽ റിസൾട്ട് ഇന്ന് വന്നു. അപ്പോൾ ഈ തവണ ഞങ്ങളുടെ എക്സാം ആകെ 2 സബ്ജക്റ്റ് ഉണ്ടായിരുന്നുള്ളൂ. ഈ 5ാമത്തെ സെമസ്റ്ററിൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിങ്ങും CET എന്ന് പറഞ്ഞ ടോപ്പിക്കും 2 വിഷയങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിങ്ങും CET നല്ല ഈസി ആയിട്ടുള്ള സബ്ജക്റ്റുകളാണ്, പെട്ടെന്ന് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. അതുപോലത്തെ വിഷയങ്ങളായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എക്സാം എഴുതുന്ന സമയത്ത് എനിക്ക് ഈ 2 വിഷയത്തിൻ്റെ ദിവസവും നല്ല തലവേദനയായിരുന്നു. തലകറക്കം പോലെയൊക്കെ ആയിരുന്നു. അന്ന് എക്സാം കഴിഞ്ഞ് ഞാൻ ഇറങ്ങിയപ്പോൾ ഞാൻ വീട്ടിൽ വിളിച്ച് പറയുകയും ചെയ്തു, എക്സാം എഴുതുമ്പോൾ എനിക്കിങ്ങനെ തലകറക്കം പോലെയൊക്കെ ആയിരുന്നു, ശരിയാവുമോ എന്നറിയില്ല, എനിക്കറിയില്ല, എന്നെക്കൊണ്ട് പറ്റാവുന്ന വിധത്തിലുള്ളത് അതൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, ഇനി അത് എങ്ങനെയാവുമെന്ന് എനിക്കറിയില്ല. ഇനി മാർക്ക് പാസ്സായാൽ ഞാൻ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ പാസ്സാവുന്നത്. കാരണം അതിൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിങ്ങിൻ്റെ ഞാൻ അത് നേരെപാട്ടിനൊന്നും എഴുതിയിട്ടില്ലെന്ന് എനിക്കറിയാം. കാരണം ആകെ കുറച്ചേ ഞാൻ എഴുതിയിട്ടുള്ളൂ. അതിനകത്തുള്ള എല്ലാ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ കുറച്ച് ഞാൻ എഴുതിയുള്ളൂ. അതുപോലെ തന്നെയാണ് CET 2ാമത്തെ ദിവസം CETയും എഴുതുന്നത്. CET ദിവസം ഞാൻ എക്സാമിൻ ഹാളിൽ നിന്ന് ഇറങ്ങിപ്പോയാലോ എന്ന് വരെ ആലോചിച്ചിട്ടുണ്ട്. അതുപോലെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, എഴുതാൻ പോലും പറ്റുന്നില്ല. 3 മണിക്കൂറായിരുന്നു എക്സാം. 12 മണിയാകുമ്പോഴേക്കും എക്സാം തീരും. 12 മണി വരെ ഞാൻ അവിടെ പിടിച്ചിരിക്കുകയായിരുന്നു. ഞാൻ വീഴാതെ എൻ്റെ മാതാവിൻ്റെ കൊന്തയും കൈപ്പിടിച്ച് ഞാൻ പിടിച്ചിരിക്കുകയാണ് ചെയ്തത്. അങ്ങനെ മാതാവിനോട് ഞാൻ അന്ന് തൊട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ മാതാവെ പാസ്സായാൽ മാത്രം മതി എന്ന്. കാരണം ഈ എക്സാമിന് നമ്മൾ ഫെയിലായാൽ അടുത്ത 6ാമത്തെ സെമസ്റ്റർ ഞങ്ങൾക്ക് എഴുതാൻ പറ്റുകയില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചത്, എൻ്റെ പൊന്നു മാതാവെ ഞങ്ങളെ പാസ്സാക്കിയാൽ മാത്രം മതി, ഈ എക്സാം എഴുതുന്ന എല്ലാവരെയും പാസ്സാക്കണം എന്ന് മാത്രമാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഒടുവിൽ ഇന്ന് അതിൻ്റെ BSc നഴ്സിങ്ങിൻ്റെ 5th സെമസ്റ്ററിൻ്റെ റിസൾട്ട് വന്നു. ആ റിസൾട്ട് വന്നപ്പം BSc നഴ്സിംഗ് ഇന്നത്തെ 5ാമത്തെ സെമസ്റ്ററിൻ്റെ റിസൾട്ട് വന്നപ്പം ഞങ്ങളെല്ലാവരും പാസ്സായിട്ടുണ്ട്. ഞങ്ങളുടെ ബാച്ച് മുഴുവൻ പാസ്സായി. അത് മാതാവ് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. എനിക്കത് കണ്ടപ്പോൾ തന്നെ ഞാൻ കരഞ്ഞ് ഓടിപ്പോയി ഞാൻ തിരി കത്തിച്ച് പ്രാർത്ഥിച്ചു. മാതാവിൻ്റെ അത്ഭുതം കൊണ്ടല്ലാതെ വേറെ ഒന്നുമല്ല ഞാൻ പാസ്സാവാൻ കാരണം ഞാൻ പറഞ്ഞല്ലോ, കമ്മ്യൂണിറ്റി ഹെൽത്തും CETയുടെ കാര്യം അന്ന് ഞാൻ എഴുതിയ ബുദ്ധിമുട്ടും തലവേദനയൊക്കെ എടുത്തുള്ളൊരു ബുദ്ധിമുട്ടായിരുന്നല്ലോ. എന്നിട്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് മാതാവ് തന്ന അനുഗ്രഹമാണിത്, അല്ലാതെ വേറെ ഒന്നുമല്ല. ഇതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം. എനിക്ക് ഈ ദിവസങ്ങളിൽ ഇന്നത്തെ ദിവസം എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹമാണിത്. ഇന്നിപ്പോൾ റിസൾട്ട് വന്നു. ഇന്ന് തന്നെ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇന്ന് തന്നെ ഞാൻ ഇടാൻ ഞാൻ ശ്രമിക്കും. കാരണം ഇന്ന് തന്നെ ഞാൻ നിങ്ങളോട് അറിയിക്കാനായത്. പിന്നെ എനിക്കറിയാം, ഈ പറയുന്നതിനകത്തൊക്കെ ഒരുപാട് പോരായ്മകളുണ്ടെന്ന് എനിക്കറിയാം. കാരണം ഒരു എക്സ്പേർട്ടായിട്ട് രീതിയൊന്നും അല്ല ഞാൻ പറയുന്നത്, നോർമലായിട്ട് എങ്ങനെ പറയുന്നോ അതുപോലെയാണ് ഈ പറയുന്നത്. അപ്പോൾ എനിക്കിങ്ങനെ പറയാനേ അറിയുള്ളൂ. ഞാൻ ഒരു സാക്ഷ്യം പോലെ എനിക്ക് മാതാവിൻ്റെ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ എനിക്കിതിൽ കൂടുതൽ ഞാൻ എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ തെറ്റുകളൊക്കെ ഉണ്ടാകും, എങ്കിലും ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മാതാവിനോട് പ്രാർത്ഥിക്കുക. മാതാവിനോട് മുട്ടിപ്പായിട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ മാതാവ് നമ്മുടെ എല്ലാ ആഗ്രഹവും നിയോഗങ്ങളും മാതാവ് സാധിച്ചു തരും. കാരണം അത് എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ പറയുകയാണ്. എനിക്ക് എന്താഗ്രഹം ഉണ്ടെങ്കിലും ഞാനത് മാതാവിനോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കും. അതുകൊണ്ട് മാതാവിനോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കും. നിങ്ങളുടെ ആഗ്രഹം എന്താണേലും അത് മാതാവിനോട് മുട്ടിപ്പായിട്ട് കരഞ്ഞപേക്ഷിക്കും, മാതാവ് നമുക്ക് തരും. നമ്മൾ നമ്മുടേതായ രീതിയിൽ മാതാവിനോടും ഈശോയോടും എല്ലാം നേരായ രീതിയിൽ നിന്ന് എല്ലാ വാചനങ്ങളും വായിക്കുകയും ബൈബിൾ വായിക്കുകയും എല്ലാ രീതിയിലും മാതാവിനും ഈശോയ്ക്കും എതിരായിട്ടൊന്നും നിൽക്കാതെ ആണെങ്കിൽ മാതാവ് നമുക്ക് അനുഗ്രഹങ്ങൾ വാരിക്കോരി തരും. അതുകൊണ്ട് എല്ലാവരും മാതാവിനോടും ഈശോയോടും പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങളും നിയോഗങ്ങളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഉറപ്പായിട്ടും നിങ്ങളുടെ നിയോഗങ്ങളൊക്കെ മാതാവ് സാധിച്ചു തരും. അത് 100% ഉറപ്പാണ്. അതിന് ഞാൻ ഗ്യാരണ്ടിയാണ്. മാതാവ് സാധിച്ചു തന്നിരിക്കും നിങ്ങൾക്ക്.